കാര്യം പറഞ്ഞാലും മനസ്സിലാകില്ലെന്ന് വെച്ചാൽ ഇനി ആ പേരിൽ മിണ്ടാതിരിക്കണ്ട. അപ്പോഴും അവൾ അങ്ങനെ തന്നെ തുടർന്നു. അമ്മയെ വിനോദ്, അയാൾ എവിടെയോ. ബാക്കി അവൻ പറയും മുമ്പ് അവൾ തിരിച്ചു പറഞ്ഞു. എൻ്റെ ഊഹം തെറ്റിയില്ല. ബാക്കി പറയണ്ട, എനിക്ക് മനസ്സിലായി. അമ്മയെ നാളെക്കൊണ്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് നിധിയെ വിവാഹം ചെയ്യേണ്ടി വരും. അത് കേട്ടതും അവളുടെ മുഖം പെട്ടെന്ന് മാറി. അവൻ അവളെ നോക്കി. എനിക്കെൻ്റെ അമ്മയാണ് ഏറ്റവും വലുത്. അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അവളെ ശ്രദ്ധിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി. ശരിക്കും നിയമപരമായി നമ്മൾ ആരുടെയും വിവാഹം കഴിഞ്ഞിട്ടില്ല. അതുകൂടി കേട്ടപ്പോൾ പൂർത്തിയായി. അവളൊന്നും മിണ്ടിയില്ല. അത്രയും ടെൻഷൻ നിറഞ്ഞ സമയത്തിലായിരുന്നെങ്കിലും അവൻ്റെ മുഖത്ത് ചെറിയൊരു ചിരി വന്നു. അവൻ വീണ്ടും വീണ്ടും അവളെ നോക്കി. ഒരക്ഷരം പിന്നെ അവൾ മിണ്ടിയില്ല. മഹിയും ഏതാണ്ട് സമ്മതിച്ച മട്ടാണ്. നടക്കേണ്ടത് ശരിക്കും അങ്ങനെയായിരുന്നല്ലോ. മഹിയുടെ ഇന്നത്തെ വരവ് മിക്കവാറും അതുകൊണ്ടാവാം എന്നവൾ ചിന്തിച്ചു. ഞാൻ നിധിയെ കെട്ടി പോകട്ടെ ശാരികേ? അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. നിനക്കാണെങ്കിൽ ഇനി ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാനല്ലേ ഇഷ്ടം? എനിക്ക് ഏതായാലും അത് പറ്റില്ല. സ്വന്തം അമ്മയല്ലേ കാണാതായത്. അത് തിരക്കാതെ നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. അവളുടെ സമാധാനം പോയി. എൻ്റെ മകൻ ഇനി ഒരിക്കലും സംസാരിക്കില്ലേ ഡോക്ടർ? ഇനി ഒരിക്കലും അതുണ്ടാവില്ല. നിങ്ങൾ റിയാലിറ്റി അംഗീകരിച്ചേ പറ്റൂ. അഭിയുടെ 2 കൈകളും ഇനി ചലിക്കില്ല. പിന്നെ ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു അവർ. അച്ഛനൊന്നും മിണ്ടാതെ ഇരുന്നു. ശാലുവും അങ്ങനെ തന്നെയായിരുന്നു. വെറുതെ വിടില്ല ഞാൻ ഒന്നിനെയും. എല്ലാത്തിനും കാരണം അവളാണ്, ആ ശാരി. ശാരി ഇതിൽ എന്തു പിഴച്ചു അമ്മായി? മിണ്ടരുത്. നിനക്ക് വേറെ ആരെയെങ്കിലും കെട്ടിപ്പോകാം. എൻ്റെ മകനോ? അവൻ്റെ ജീവിതം ഇങ്ങനെയാക്കിയത് അവൾ ഒറ്റൊരുത്തിയാണ്. മുത്തശ്ശിയും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ എവിടേക്കും പോകുന്നില്ല അമ്മായി. അഭിയേട്ടനെ ഞാൻ തന്നെ നോക്കിക്കോളാം. മോളെ നീ. മുത്തശ്ശി അവളുടെ കയ്യിൽ പിടിച്ചു. വെറുതെ ശാരിയെ പഴിക്കേണ്ട. സ്വാർത്ഥത കാണിച്ചാണ് ഞാൻ അഭിയേട്ടനെ എൻ്റെ സ്വന്തമാക്കിയത്. എല്ലാത്തിനും തുടക്കം അവിടെ കൊണ്ടാണ്. തെറ്റ് മുഴുവൻ എൻ്റെയാണ്. നീ അതിന് എന്തു ചെയ്തു മോളെ? നിന്റെ ഭാവി നശിപ്പിക്കരുത് വെറുതെ. അഭിയെ വിവാഹം ചെയ്താൽ നിന്റെ ജീവിതം എന്താകും? നിങ്ങൾ ആള് കൊള്ളാലോ തള്ളേ. എൻ്റെ മോനെ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടല്ലേ? അമ്മ അവർക്ക് നേരെ കയർത്തു. അമ്മായി വേണ്ട. ഞാനല്ലേ പറഞ്ഞത്. എനിക്കിനിയൊരു വിവാഹമുണ്ടെങ്കിൽ അത് അഭിയുടെ കൂടെ ആയിരിക്കും. ശാരികയെ അവൻ വീട്ടിൽ കൊണ്ട് ചെന്നാക്കി. അമ്മയെ തിരക്കാൻ ഞാൻ കൂടി വരാം. നീ അതോർത്ത് പേടിക്കണ്ട. അമ്മ സേഫാണ്. അതെനിക്ക് ഉറപ്പാണ്. പിന്നെ എന്തോ ചോദിക്കാനൊരുങ്ങി. ശേഷം വേണ്ടെന്ന് വെച്ചു. അവൾ കാറിൽ നിന്നും പതിയെ ഇറങ്ങി. അമ്മയെ കണ്ടാൽ എന്നെ അറിയിക്കണം. ചെല്ല്. പൊയ്ക്കോ. ചെല്ല് ശാരികേ. അവൻ കാറിൽ തന്നെ ഇരുന്നു. അവൾ വീട്ടിലേക്ക് നടന്നു. ഗോപൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു മനസ്സിൽ. വീട്ടിലേക്ക് കയറിയ ശേഷവും അവളൊന്ന് തിരിഞ്ഞു നോക്കി. അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഉള്ള സമാധാനം പോയി. അവൾ അകത്തേക്ക് കയറി. അമ്മയെങ്കിലും എവിടെയായിരിക്കും? അവൾ സോഫയിൽ ചെന്നിരുന്നു. അപ്പോഴേക്കും ശാന്തി അവളുടെ അടുത്ത് വന്നിരുന്നു. നിന്നെ അമ്മായി 2-3 തവണ വിളിച്ചിരുന്നു. ശാന്തി നേരെ ഫോൺ നീട്ടി. എന്നെയോ? എന്തിന്? നിന്നെ കുറ്റപ്പെടുത്താൻ. ഫോൺ നീ എടുത്തില്ലേ? എടുത്തു. നിന്നെ എന്തൊക്കെയോ പറഞ്ഞു. എന്തോ പണി തരുമെന്നോ അങ്ങനെ എന്തൊക്കെയോ. അവര് വീട്ടിൽ വന്നോ? ഇല്ല. ആ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ഇപ്പോ? ഇല്ല. ശാലു പറഞ്ഞത് ഇനിയും കുറേ ദിവസം പിടിക്കുമെന്നാണ്. വീട് പോയി വൃത്തിയാക്കി ഇടാൻ ഞാൻ പോകാമെന്ന് പറഞ്ഞതാണ്. എന്നിട്ട്? അമ്മായി സമ്മതിച്ചില്ല. പണിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ലെന്നോ? ഇല്ല. അത് അത്ഭുതമായല്ലോ. ഞാൻ ചോദിച്ചത് മാത്രമേ ഓർമ്മയിലുള്ളൂ. എന്നെ പറയാനിനി ഒന്നുമില്ല. ആ വീട്ടിൽ കയറി പോകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വീട്ടിൽ അപ്പോൾ ആരുമില്ലേ? ഇല്ലടി. താക്കോൽ അമ്മായിയുടെ കയ്യിലുണ്ട്. ഞാൻ ചോദിച്ചതാണ് താക്കോല്. പെട്ടെന്ന് അതെടുത്ത് ബാഗിൽ വെച്ചു. എന്തിന്? നിന്നോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും. നീ വന്ന് വല്ലതും കഴിക്ക്. ശാന്തി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ആ വീട്ടിൽ ശരിക്കും ആരുമില്ലേ? എനിക്ക് തോന്നിയതാണോ? ഒരു കൈ കണ്ടതുപോലെ. ഇനി അമ്മ അവിടെ വല്ലതും കാണുമോ? അവൾ വെറുതെ ചിന്തിച്ചു. അതൊന്നുമില്ല. അവിടെ എങ്ങനെ വരാനാണ്? നിന്റെ ഒരു ക്യാമറ. എടാ, ഈ പാതിരാത്രിയാണോ വരുന്നത്? വേഗം നോക്ക്. ഇന്ന് ഉച്ചയ്ക്കുള്ളത് നോക്കുവോ? ഗോപൻ നേരെ പോയത് അവൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്കായിരുന്നു. ടൗണിൽ അവനൊരു വലിയ ഷോപ്പുണ്ട്. ഒരുവിധം വഴികളെല്ലാം ആ കടയിലെ ക്യാമറയിൽ കാണാം. രാത്രി തന്നെ സുഹൃത്തിനെ പിടിച്ച് വലിച്ച് കടയിൽ കൊണ്ടുപോയി. എന്തിനാടാ ഇതിപ്പോൾ നിനക്ക്? നീ ഇങ്ങ് മാറ്, ഞാൻ നോക്കാം. സുഹൃത്തിനെ മാറ്റി അവൻ നോക്കാൻ തുടങ്ങി. ഓരോ വാഹനങ്ങൾ നോക്കി. സമയം അവൻ അറിയില്ലായിരുന്നു. ഏകദേശമെങ്കിലും നോക്കി. ഗോപൻ വീട്ടിലേക്ക് അയച്ച ആംബുലൻസ് അല്ലാതെ മറ്റൊന്ന് വീട്ടിലേക്ക് നേരത്തെ പോകുന്നത് അവൻ കണ്ടു. അതിൻ്റെ നമ്പർ ശ്രദ്ധിച്ചു. ഇതാണോടാ?
അതെ, ഇത് തിരിച്ചു പോകുന്നതാണ് എനിക്ക് വേണ്ടത്. വീണ്ടും നോക്കി. ഒടുവിൽ കിട്ടി. ആ ആംബുലൻസ് തിരിച്ചു വന്നു. ദേടാ. ആ. അവനത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കി. അവള് പറഞ്ഞത് ശരിയാണ്. ആ വഴി തന്നെയാണ് ആംബുലൻസ് പോയിരിക്കുന്നത്. ആര് പറഞ്ഞത്? ഈ വഴി അധികം നീളുന്നില്ലല്ലോ. ഇല്ല, ഒരു മല കുറുകെ വരുമല്ലോ. അതെ, അപ്പോ അമ്മ അവിടെ എവിടെയോ തന്നെയുണ്ട്. എന്താടാ? എടാ, ആ വഴി തീരുന്നത് ആരുടെ വഴിയാണ്? അറിയില്ല. മുഴുവൻ 10-20 വീട് കാണില്ലേ? ആ, കാണും. അതിൽ ആൾതാമസമില്ലാത്ത വീട് ഏതൊക്കെയാണെന്നറിയാവോ? അല്ല, എനിക്കെങ്ങനെ അറിയാനാണ്? നിന്റെ ഭാര്യയുടെ വീട് ആ വഴിയല്ലേ? അവളോട് ചോദിക്ക്. ശാരികയുടെ വീണ്ടും സഹായം ചോദിക്കാൻ അവനൊരു മടി തോന്നി. അവൻ വാച്ചിലേക്ക് നോക്കി. ഇപ്പോൾ തൊട്ട് തുടങ്ങിയാൽ രാവിലെ ആകുമ്പോ. ബാക്കി അവൻ ആലോചിച്ചു. എന്താടാ കാര്യം? പറയാം, ഇപ്പൊ ഇത്തിരി ധൃതിയുണ്ട്. അവൻ തിടുക്കത്തിൽ കടയിൽ നിന്നും ഇറങ്ങി നേരെ കാറിൽ ചെന്ന് കയറി. മഹിയെ, എനിക്ക് വേണ്ടമ്മേ. മോളെ, സ്വത്തുക്കൾ മുഴുവൻ നിനക്ക് കിട്ടും. എനിക്ക് അവനെ വേണ്ട. ദേ, അവൻ വരുന്നുണ്ട്. ശാലിനി കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. മഹി മുറിയിലേക്ക് കയറി. അമ്മയെ കിട്ടിയോ മോനെ? നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കേ. അവൻ അങ്ങനെ പറഞ്ഞത് ഇരുവർക്കും ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും ശാലിനി ഇറങ്ങി. നിന്റെ മുഖത്ത് എന്താ നിധി ഒരു പാട്? നീ അറിഞ്ഞില്ലേ? ആ ശാരി എന്തോ പറഞ്ഞു കൊടുത്തിട്ട് ചേട്ടൻ എന്നെ തല്ലി. ചേട്ടൻ നിന്നെ തല്ലിയോ? അതെ, അവൾ കരഞ്ഞു. അവൻ അവളുടെ അഭിനയം കണ്ട് നിയന്ത്രണം മെല്ലെ നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. നിന്നെ ആർക്കും വേണ്ട മഹി. ആർക്ക്? ചേട്ടന്. നിനക്കോ? എൻ്റെ ജീവനാണ് നീ. ഞാനോ? എന്താ സംശയം? ഉറപ്പാണോ? അതെ. എനിക്ക് വേണ്ടി നീ എന്തും ചെയ്യുമോ? ആ, എന്തും ചെയ്യും. എങ്കിൽ വാ. എങ്ങോട്ടാ മഹി? നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാം. എവിടെ? എവിടേക്കെങ്കിലും. സ്വത്തൊന്നും എനിക്ക് വേണ്ട. മഹി, ഞാനെല്ലാം ചേട്ടന് പണ്ടേ എഴുതി വെച്ചതാണ്. അവൻ പറയുന്നത് കേട്ട് അവൾ ഞെട്ടി. എന്താ? ഞാൻ പണ്ടേ എഴുതി കൊടുത്തതാണ് അച്ഛന്. നീ ഇതെന്താ പറയുന്നേ? നീയല്ലേ എൻ്റെ സ്വത്ത്. മഹി, നീ വെറുതെ. എനിക്ക് ആകെയുള്ളത് നീയാണ്. അപ്പോ നിന്റെ പേരിൽ ഒരു തരി സ്വത്തുപോലുമില്ലേ? അവൾ അമ്പരന്ന് നിന്നു. അച്ഛൻ പണ്ടേ എഴുതി മേടിച്ചതാണ്. പണ്ടൊരു കേസിൽ നിന്നും ഇറങ്ങി വരാൻ അച്ഛൻ ഒരുപാട് പൈസ ചെലവാക്കേണ്ടി വന്നു. അത് മുഴുവൻ എൻ്റെ സ്വത്തുക്കൾ കൊടുത്താണ് വീട്ടിയത്. അപ്പോൾ നിന്റെ പേരിൽ ശരിക്കും ഒന്നുമില്ലേ? ഇല്ല. ചേട്ടൻ നാളെ എഴുതി തരും. അപ്പോ പിന്നെയും. എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ അച്ഛൻ്റെ പേരിലാണ്. ചേട്ടൻ്റെ സ്വത്തുക്കൾ കിട്ടില്ലേ? അതെനിക്ക് വേണ്ട. വേണ്ടേ? വേണ്ട. നമുക്കൊന്നും വേണ്ട. പറ്റില്ല മഹി. എനിക്കൊന്നും വേണ്ട. നിനക്ക് ഞാൻ മാത്രം പോരെ? പിന്നെ വേണ്ടേ? ഒന്നുമില്ലാതെ നിന്നെ ചുമക്കാൻ എനിക്ക് ഭ്രാന്തല്ലേ? അഭിനയമെല്ലാം അവൾ മറന്നു. സ്വത്തുക്കൾ മുഴുവൻ നിന്റെ പേരിലായില്ലെങ്കിൽ എന്നെ അങ്ങ് മറന്നേക്ക് നീ. നിധി, ആ മുതലെല്ലാം നിന്റെ പേരിലായാൽ എൻ്റെ കൂടെ ജീവിക്കാം. ഇല്ലെങ്കിൽ